ഒരു സംവിധായകൻ തൻ്റെ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ എടുക്കുന്ന മുന്നൊരുക്കങ്ങൾ വളരെ വലുതാണ്. അതിൻ്റെ എഴുത്തിൽ തുടങ്ങി ഓരോ ഘട്ടത്തിലും നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ അവ നന്നായി ഷൂട്ട് ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് എത്തുകയുള്ളൂ. സംഗീത സംവിധാനത്തിൻ്റെ കാര്യവും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. നല്ലൊരു പാട്ടുണ്ടാക്കിയെടുക്കാൻ അതിൻ്റെ സംഗീത സംവിധായകന് വളരെ സൂക്ഷ്മമായി ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ബ്ലെൻഡായി വന്നാൽ മാത്രമേ നല്ലൊരു പാട്ട് അയാൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ചില സംഗീത സംവിധായകർക്ക് മാത്രം അവർ കൈവയ്ക്കുന്നതെല്ലാം പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള കഴിവുകളുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എണ്ണം പറഞ്ഞ സംഗീത സംവിധായകരിൽ ഏറ്റവും അധികായനാണ് ഇസൈஞானി ഇളയരാജ. അദ്ദേഹം ഇന്ത്യൻ സിനിമാ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒട്ടും ചെറുതല്ല. ഏത് തലമുറയിലുള്ള ആളുകളായാലും ഇളയരാജ സംഗീതത്തിൻ്റെ സ്വാധീനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. തമിഴിൽ മാത്രമല്ല, മലയാളം, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ ഭാഷാഭേദമില്ലാതെ അവിസ്മരണീയമായ ഒട്ടനേകം ഗാനങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാടലുകൾ ഒന്നും മൂളി നോക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മഹാനായ സംഗീത സംവിധായകൻ എന്നതിലുപരി ലോകത്തിൽ ആദ്യമായി ഒരു ഫുൾ സിംഫണി കമ്പോസ് ചെയ്ത ആദ്യ സൗത്ത് ഏഷ്യൻ സംഗീത സംവിധായകൻ എന്ന ബഹുമതിയും ഇളയരാജയ്ക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഈ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ചാർത്തി കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ ഇളയരാജ എന്ന് കേൾക്കുമ്പോൾ ചെറിയ തോതിലെങ്കിലും ഒരു നീരസം ഉണ്ടാവുന്നുണ്ട്. അതിനു കാരണം 2020 അദ്ദേഹം തൻ്റെ പാട്ടുകൾക്ക് റോയൽറ്റി തുക നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് നൽകിയ പരാതിയാണ്. സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നുവെന്നും പുതുതലമുറയ്ക്ക് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവില്ല എന്നും തൻ്റെ പാട്ടുകൾ മറ്റ് സിനിമകളിൽ ഉപയോഗിക്കുന്നത് ആ സംഗീത സംവിധായകൻ്റെ ഷണ്ടത്വമാണെന്നും അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. ഇത് ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിൽ തന്നെ ഇളയരാജയ്ക്കെതിരെ ഒരു അമർഷമുണ്ടാക്കാൻ കാരണമായി മാറി. എന്നാൽ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, സിനിമകളിൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല, തൻ്റെ പാട്ടുകൾ സ്റ്റേജുകളിൽ പാടുന്നതിനും അന്ന് അദ്ദേഹം റോയൽറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു പ്രവണത സഹപ്രവർത്തകരിലും നല്ല രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ഒരുപാട് കലാകാരന്മാർ തങ്ങളുടെ ട്വിറ്റർ പേജുകളിലൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുമുണ്ടായിരുന്നു. പ്രഗത്ഭരായ പല ഗായകരും സ്റ്റേജുകളിൽ ഇളയരാജയുടെ പാട്ടുകൾ പാടാതെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുമൊക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ളൊരു വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ഇളയരാജ. കാരണം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ഉപയോഗിച്ചിട്ടുണ്ടെന്നും തൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് അദ്ദേഹം മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ നിർമ്മാതാക്കൾക്ക് അയച്ച നോട്ടീസാണ്. ഇതിനു മുൻപ് ലോകേഷ് കനകരാജ് രജനികാന്തിനെ നായകനാക്കി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലി എന്ന ചിത്രത്തിൽ പ്രൊമോ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്കോ ഡിസ്കോ എന്ന പാട്ട് തൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന കാരണം കാണിച്ച് സൺ പിക്ചേഴ്സിനും ഇദ്ദേഹം നോട്ടീസ് അയച്ചിരുന്നു. ഇതിനെതിരെ ഒരുപാട് പേർ, പ്രമുഖരുൾപ്പെടെയുള്ളവർ പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. ഇളയരാജയുടെ ഈ പ്രവൃത്തി ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നതല്ല എന്നതാണ് പ്രേക്ഷകരുടെ വാദം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പേർ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്റുകളും ട്വീറ്റുകളും ട്രോളുകളുമായി ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന വമ്പൻ ഹിറ്റ് ചിത്രം സൃഷ്ടിച്ച ചരിത്ര വിജയത്തിൽ അസൂയാലുവായ ഇളയരാജ തൻ്റെ പേര് കൂടി ആളുകളിലേക്ക് എത്താനും പബ്ലിസിറ്റി നേടാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നത് മറ്റൊരു പക്ഷത്തിൻ്റെ വാദം. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, ഒരു സിനിമ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ആളുകളുടെ മുന്നിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ റീറെക്കോർഡിംഗ് കഴിഞ്ഞ് അവ പ്രേക്ഷകന് മുന്നിൽ എത്തുന്ന നിമിഷം മുതൽ ആ പാട്ട് അല്ലെങ്കിൽ ആ സിനിമ ഒരു പൊതുസ്വത്തായി മാറുകയാണ്. പിന്നീട് അവിടെ നിന്നുള്ള അതിൻ്റെ ദിശാഗതി നിർണ്ണയിക്കപ്പെടുന്നത് ഓരോ പ്രേക്ഷകൻ്റെയും ആസ്വാദനത്തിലൂടെയാണ്. സ്റ്റേജ് ഷോകളിൽ തൻ്റെ പാട്ട് പാടുന്നതിന് റോയൽറ്റി തുക ആവശ്യപ്പെടുന്ന സംഗീത സംവിധായകൻ മറന്നു പോകുന്ന ഒരു സത്യം, സിനിമയിൽ മാത്രം കേട്ടതുകൊണ്ടല്ല ഈ പാട്ടുകളെല്ലാം ഹിറ്റായത്. ഇതുപോലെയുള്ള എളിയ കലാകാരന്മാർ ഓരോ വേദികളിലും അത് പാടി കൂടുതൽ ആളുകളിലേക്ക് ആ പാട്ടുകൾ എത്തിച്ചതുകൊണ്ടുകൂടിയാണ്. മഞ്ഞുമ്മൽ ബോയ്സിൽ കൺമണി അൻപോട് കാതലൻ എന്ന ഗാനം ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഓളം മനസ്സ് നിറയെ കണ്ടതും കേട്ടതുമാണ്. ആ പാട്ട് ആളുകൾക്കിടയിൽ ഒന്നുകൂടി പ്രിയങ്കരമാകുമ്പോൾ പ്രശംസിക്കപ്പെടുന്നത് ഈ സിനിമയുടെ സംഗീത സംവിധായകനായ സുഷിൻ ശ്യാം അല്ല, മറിച്ച് ആ പാട്ടിൻ്റെ യഥാർത്ഥ സൃഷ്ടാവായ ഇളയരാജ തന്നെയാണ്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാമോ?